Watch full episodes on Jio Hotstar. അതെ, ഈ ചെറിയ സാധനങ്ങൾ എവിടെ മായമായി കാണാൻ പോയത്? അത് അവിടെ. വരൂ കുട്ടികളെ, വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു ക്യാൻഡി ഫ്ലോസ്, അതും വിവിധ തരം ഫ്ലേവറുകളിൽ. വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. ഇതിന്റെ പ്രത്യേകതകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ റോളർ എങ്ങനെയാണ് തനിയെ സ്റ്റാർട്ട് ആയത്? എനിക്ക് തോന്നുന്നത് ഈ ബട്ടൺ എല്ലാം കേടായി പോയെന്ന. സെക്യൂരിറ്റി സഹായിക്കൂ. എന്താ ഇവിടെ ആരുമില്ല എന്റെ കുട്ടികളെ രക്ഷിക്കാൻ? ഇതാ കുട്ടികളെ, എന്റെ കുട്ടികളെ രക്ഷിക്കൂ. എങ്ങനെയെങ്കിലും ഒന്ന് തടഞ്ഞു നിർത്ത്. എന്റെ കുട്ടികൾ ആരെങ്കിലും ഒന്ന് പോയി രക്ഷിക്ക്. ഇവിടെ ആരുമില്ല എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ. പ്ലീസ് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. നമ്മൾ എത്തി ഹീറോയെ പോലെ പിള്ളേരെ രക്ഷിക്കാൻ. പക്ഷെ നമ്മുടെ ജീവൻ തന്നെ ഇപ്പൊ അപകടത്തിലാണ്. മോട്ടു, നമ്മുടെ അവസ്ഥ എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ പിള്ളേരുടെ ഗതി എന്താവുന്നു നോക്ക്. ഐഡിയ. അത് കലക്കി. പിള്ളേരെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മോട്ടു അങ്കിൾ നിങ്ങളെ രക്ഷിച്ചിരിക്കും. Uncle, allow me to introduce ourselves. We are Taekwondo. I am Taek, he is Kwan, and he is Tu. ടൈക്കോണ്ടോ, ഇത് മാർഷൽ ആർട്സിന്റെ ഒരു ഫോം ആണ്. നല്ല പേരാണ്, നല്ല പേരാണ്. വരൂ പിള്ളേരെ, ഇനി നിങ്ങളെ ഞാൻ താഴോട്ട് കൊണ്ടുപോകാം. എന്റെ അമ്മോ, ഇപ്പൊ ഞാൻ പേടിച്ചാൽ പിന്നെ പിള്ളേരും പേടിക്കും. പിള്ളേരെ,
നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അങ്കിൾ, നിങ്ങൾ വളരെ നല്ലവനാ. കുറച്ചു നേരം നിങ്ങളുടെ കൂടെ കളിച്ചിട്ട് പിന്നെ താഴേക്ക് പോവാം. പ്ലീസ് അങ്കിൾ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അല്ല, ഇവിടെ ഇപ്പൊ എന്ത് കളിക്കാനാ? ഓക്കെ പിള്ളേരെ, ഓക്കെ. എന്നാ കുറച്ചു നേരം കളിച്ചേക്കാം. പറയൂ, എന്തുവാ കളിക്കേണ്ടത്? ട്വിങ്കിൾ ട്വിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർ. ഈ ഗെയിം ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അല്ല, പിള്ളേരൊക്കെ എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി പിള്ളേരെ? നമ്മുടെ മാത്രം കളിയാണ്. അങ്കിൾ ടിങ്കിൾ വന്നോളൂ. ടിങ്കിൾ ടിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർസ്. ടിങ്കിൾ ടിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർസ്. നമ്മുടെ മാത്രം കളിയാണ്. അങ്കിൾ ഇനി എങ്ങനെയാ ഞാൻ സ്റ്റാറിനെയൊക്കെ എണ്ണുക? നക്ഷത്രങ്ങളെ എണ്ണുമല്ലോ. അങ്കിൾ കളിക്കാൻ വരുമല്ലോ. അങ്കിൾ, ഇത്ര സ്റ്റാർ, ഇത്ര സ്റ്റാർ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി ഇതെന്തായി കാണിക്കുന്നേ? ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാ. ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഹെൽപ്പിന്റെ ആവശ്യം വരുന്നല്ലോ. പത്തലോ, രക്ഷിക്കണേ. മോട്ടു മോട്ടു എന്തായി ചെയ്യുന്നേ? കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പോ. ഒറ്റയ്ക്ക് എന്തിനാ താഴേക്ക് വന്നത്? അവർക്ക് സഹായം ആവശ്യമുണ്ട്. പോയി സഹായിക്ക്. മതിയായിക്കോ നിങ്ങളുടെ ഈ കളികളൊക്കെ. പിള്ളേരാണെന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഞാനൊരു ഗുംഫു എക്സ്പേർട്ട് ആണ്. ഗുംഫു. പത്തലോ, ഞാൻ വരുന്നുണ്ട്. റെഡിയായി നിന്നോ. വീണ്ടും വീണ്ടും എന്തിനാ താഴേക്ക് വരുന്നത്? വേഗം പോയി പിള്ളേരെ രക്ഷിക്കാൻ നോക്ക് മോട്ടു. എന്റെ പത്തലോ, സഹായം അവർക്കല്ല, എനിക്കാണ് ആവശ്യം. അവരെന്നെ കൊണ്ട് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെയൊക്കെ എണ്ണിപ്പിക്കുക. പത്തലോ, എല്ലാ നക്ഷത്രങ്ങളെയും. അവരൊന്നും നോർമൽ പിള്ളേരല്ല, കുംഫു മാസ്റ്ററുടെ പിള്ളേരാണ്. കുംഫു മാസ്റ്റർ. എന്റെ മോട്ടു, നീ എന്തൊക്കെയാ പറയുന്നത്? ഈ ചെറിയ കുട്ടികൾ നിന്നെ എന്ത് ചെയ്യാനാ? ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. പത്തലോ, പിള്ളേരാണെന്ന് വെച്ച് നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താതെ. വരൂ, ചെന്ന് നോക്കാം. വരൂ. എവിടെ പോയി പിള്ളേരെ? കുട്ടികൾ ഇത് എവിടെ പോയി? ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇതെന്തൊരു പുലിവാലാണ്. എല്ലാരും ഒന്ന് മാറൂ. ഞങ്ങളാ പിള്ളേരെ ഒന്ന് നോക്കുക. പിള്ളേരെയും കാണുന്നില്ല, അവരുടെ അച്ഛനെ അമ്മയും കാണുന്നില്ല. ആ ബാങ്കിന്റെ ലോക്കറിൽ ഒരുപാട് രത്നങ്ങളുണ്ട്. നമ്മുടെ ഒരു ടെസ്റ്റിൽ ടൈക്കോൺ 2 പാസ്സായി കഴിഞ്ഞു. ഇവർ ഫുർഫുറി നഗറിലെ ശക്തിശാലികളായ മോട്ടും പത്തലിനെയും തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നോക്കേണ്ടത് ഇവർ രണ്ടാമത്തെ ടെസ്റ്റും പാസ്സാകുമോ എന്നാണ്.
ഹലോ കുട്ടികളെ. നോക്കൂ മാർഷൽ, എന്റെ കുട്ടികള് എല്ലാ ടെസ്റ്റിലും പാസ്സായി. മാർഷൽ, ഞാനിപ്പോ പോവാ, പിന്നെ കാണാം. ഓൾ ദ ബെസ്റ്റ് ആർട്ടി. ഗോ ബോയ്സ്. അലേർട്ട്, അലേർട്ട്, ഇവിടെ മോഷണം നടന്നിരിക്കുന്നു. അതെ, വേഗം ഒന്ന് കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോകൂ. ഇവിടെ മോഷണം നടന്നിരിക്കുന്നു. വേഗം പോയാലും. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഇന്നലെ രാത്രി മോഡേൺ സിറ്റിയുടെ ഇന്റർനാഷണൽ ബാങ്കിൽ വിലമതിപ്പുള്ള രത്നങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു. മോഷ്ടാവ് ആരെന്ന് വ്യക്തമല്ല. കവർച്ചയ്ക്ക് മുന്നേ CCTV ക്യാമറ നശിപ്പിച്ചിരുന്നു. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ മോഡേൺ സിറ്റി പോലീസിന് മേൽ സമ്മർദ്ദമുയർന്നിരിക്കുകയാണ്. എന്റെ അമ്മോ, ചൂട് വാർത്തകൾ. ന്യൂസ്. ഇന്നലെ രാത്രി മോഡേൺ സിറ്റിയിൽ വലിയ മോഷണം നടന്നിട്ടുണ്ട്. നന്നായി നമ്മുടെ ഫുർഫുറെ നഗരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്റെ തൊപ്പി തെറിച്ചു പോയനെ കൂട്ടുകാരെ. എന്റെ അമ്മോ. ഹലോ ചിങ്കം സാർ. ദേഹവാസകലം വേദനിച്ചിട്ട് വയ്യ. പറയൂ മോട്ടു, എന്താ സംഭവിച്ചത്? പറയൂ. ചിങ്കം സാറ്, മോട്ടു ആകെ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ഭയങ്കര പ്രശ്നത്തില്. എന്റെ അമ്മോ, ഞാനുള്ളപ്പോ നിന്നെ ഈ പരുവത്തിൽ ആരാണ് ആക്കിയത്? പറയൂ, ആരാണ് ചെയ്തത്? ആരാണത് ചെയ്ത്? പറയൂ, ആരാണ് ചെയ്തത്? ആരാണെങ്കിലും ശരി, ഞാൻ അവരെ വെറുതെ വിടില്ല. ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. എന്റെ ചിങ്കം സാറേ, പറയാൻ സമ്മതിച്ചാലല്ലേ പറയാൻ പറ്റൂ. കുട്ടികളെയാണ് പാഠം പഠിപ്പിക്കേണ്ടത്. ഞങ്ങളുടെ തലയിൽ എന്തിനാ തേങ്ങമഴ പെയ്യിപ്പിക്കുന്നേ? ക്ഷമിക്കണം. സോറി. പൊളിക്കടുത്തല്ല. മോട്ടോ, നീ പോത്ത് പോലെ ഇങ്ങനെ വളർന്നിട്ടും പീക്കിരി പിള്ളേരെ കണ്ട് പേടിച്ച് ഓടുകയാണോ? എന്റെ 20 കൊല്ലം അനുഭവത്തിൽ നിന്നെ പോലെ ഒരു കോമഡി പീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഡോക്ടർ ജഡ്ക, നിങ്ങളിത് കണ്ടോ? നമ്മുടെ മോട്ട് പീക്കിരി പിള്ളേരെ കണ്ട് ഓടുകയാണ്. നിനക്ക് ദയൊന്നും തോന്നുന്നില്ലേ? എല്ലാം മറന്നിരുന്ന എന്നെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ നീ? മിണ്ടാതിരിക്കൂ. കുട്ടിയാണെങ്കിലും ശരി, കിഴവനായാലും ശരി, മോട്ടൂരെ തല്ലിയത് ആരാണെങ്കിലും ശരി, ഞാൻ അവരെ വെറുതെ വിടില്ല. ആരാണ് തന്നെ തല്ലിയത്? പേര് പറയൂ. കമോൺ. പേടി തൊണ്ടന്മാർ. സാറേ, നിങ്ങളുടെ അകത്തുള്ള സിംഹത്തിനെ ഒന്ന് മുറുകെ പിടിച്ചിരുത്തു പ്ലീസ്. ഇനി വേദന സഹിക്കാൻ എന്റെ ശരീരത്തിൽ ബലമില്ല. ഓക്കെ, വരൂ പോവാം. ലെഫ്റ്റ് റൈറ്റ്. ആ പിള്ളേര് സാധാരണ പിള്ളേരൊന്നുമല്ല. എന്നെ എടുത്തിട്ട് പന്താടുകയാണ് ചെയ്തത്. അവര് ജയിക്കാൻ പറ്റില്ല. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞു
നമുക്ക് ആ കാർണിവലിന്റെ CCTV ഫുട്ടേജ് കാണണം. ആ കുട്ടികൾ എവിടുന്നാ വന്നേന്നും ആരുടെ കൂടെയാ വന്നേന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്റെ അമ്മോ, മോട്ടോ താഴെ കണ്ടോ? തന്നെ തല്ലിയവൻ പോകുന്ന കണ്ടില്ലേ? തന്നെ തല്ലി പഴുപ്പിച്ചിട്ട് അവൻ ചുവന്ന കാറിൽ കയറി പോകുന്നത് കണ്ടില്ലേ? വിടില്ല, ഞാൻ അവനെ വെറുതെ വിടില്ല. Hey kids, stop! Stop in the name of law! Yeah! വെറുതെ വിടില്ല ഞാൻ. എന്റെ അമ്മോ, ഇല്ല 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 ഇല്ല, വിടില്ല, ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്റെ പൊന്നു ചിങ്കം സാറേ, ആ കുട്ടികൾ ഇവിടെ ഇല്ല, ആ മോണിറ്ററിന്റെ അകത്താ ഉള്ളത്. എന്റെ അമ്മോ, സോറി 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 സോറി. മോട്ടുനെ എപ്പോഴും സഹായിക്കാറുണ്ട്. ഇന്ന് എനിക്ക് തിരിച്ച് സഹായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ അവസരം ഞാൻ പാഴാക്കില്ല. ഇതൊന്നും ഞാൻ ഒരിക്കലും പിന്മാറില്ല. ചിങ്കം സാറേ, നിങ്ങൾ മോട്ടോന് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ആ കാറിന്റെ നമ്പർ വെച്ച് ആ കാർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കേ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. പറയാം 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 പറയാം, ഞാൻ ഇപ്പൊ തന്നെ നോക്കി പറയാം. നോക്കട്ടെ. ഇത് നോക്കിയിട്ട് വേണം എനിക്ക് ചൂട് പരിപ്പോടെയും പഴംപൊരിയും കഴിക്കാൻ. എന്റെ അമ്മോ, കണ്ടു 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 ഞാൻ. ആ കാർ ഹിൽ ടോപ്പ് സിറ്റിയിലുള്ള വണ്ടിയാണ്. ഇത് പേരിന് മാത്രം ഒരു ഹിൽ ടോപ്പ് സിറ്റി ആണ്. മലയുടെ മുകളിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ. മാർഷൽ സാറും പിന്നെ മേഡം ആർത്തിയാണ് അവിടെ താമസിക്കുന്നത്. അവര് സ്വയം തീരുമാനിച്ച ആ മലക്കിട്ട പേരാണ് ഹിൽ ടോപ്പ് സിറ്റി. അതിന് താഴെ വേറൊരു സിറ്റി ഉണ്ട്. അതിന്റെ പേരാണ് അജൂബ സിറ്റി. അജൂബ 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 അജൂബ. പിന്നെന്തിനാ വെറുതെ സമയം കളയുന്നേ? മോട്ടു വാ, നമുക്ക് പോയിട്ട് അവന്റെ തലയൊക്കെ ഇഷ്ടിക കൊണ്ട് അടിച്ച് പൊളിക്കാം. ഇഷ്ടിക ഇനി വായിച്ചോളൂ. എന്റെ മോട്ടു, ഞാൻ ഇവിടുന്ന് ഇഷ്ടിക കൊണ്ടുപോകാനല്ല പറഞ്ഞത്. ഇഷ്ടിക കൊണ്ട് തല തല്ലി പൊളിക്കാം എന്ന് പറഞ്ഞത് അവർക്കിട്ട് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയാണ്. മോട്ടു, ഞാനൊരു ഉപമ പറഞ്ഞതല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഈ മാപ്പ് നോക്കിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പോകേണ്ട സ്ഥലം അതാണെന്ന്. വലിയേട്ടാ, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വേഗം ഈ കാറ് ലാൻഡ് ചെയ്യൂ. ഇന്ന് മഴ പെയ്താലും ശരി, കൊടുങ്കാറ്റടിച്ചാലും ശരി, ഞാൻ ആ പിള്ളേരെ ഒരു പാഠം പഠിപ്പിക്കാതെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ഇനി ആ പിള്ളേര് വലുതായിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ മോട്ടു, നീ വിഷമിക്കരുത്. ഇത്തവണ നിന്നെ സഹായിക്കാൻ ഈ ഇൻസ്പെക്ടർ ചിങ്കം ഉണ്ടായിരിക്കും. വിടില്ല വിടില്ല വിടില്ല, അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ, എനിക്കൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഇതൊന്നും തലേന്ന് ഊരിയെടുക്ക്. രക്ഷിക്കണേ, വേഗം. ഡോക്ടർ ജഡ്ക എവിടെയാ ഉള്ളത്? അങ്ങോട്ട് നോക്കിയേ.
ഓ എന്റെ ബ്രോ, എന്റെ ചങ്കുകളെ, നിങ്ങൾക്ക് ക്രാഷ് ലാൻഡിങ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ലാൻഡിങ്ങിന് വിളിച്ചത്? ഫ്ലൈയിങ് ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ടും ഞങ്ങളോട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? സോറി ചങ്കുകളെ, സോറി, ഞാൻ ആ കാര്യം മറന്നു പോയതാ. ഇനി ഇത് ആവർത്തിക്കല ചങ്കുകളെ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ കാറ് മൊത്തം നാശമായല്ലോ. ഇതുകൊണ്ട് ഇനി നമുക്ക് പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്നു ചങ്കുകളെ, ഈ കാട്ടിൽ എന്നെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിക്ക്. കൊള്ളാം. ആരവരൊക്കെ? എന്റെ ചേട്ടാ ഒന്ന് കേക്കൂ. ഇതിന്റെ മുകളിലുള്ള മാർഷലിന്റെ പാലസ് ഇല്ലേ, അവിടേക്ക് എങ്ങനെയാ പോവുക? അയ്യോ സാറേ, അങ്ങോട്ട് പോകാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. നോ റോഡ് അറ്റാൾ. അല്ല പിന്നെ മിസ്റ്റർ മാർഷൽ എങ്ങനെ പോയി വന്നും കൊണ്ടിരിക്കുന്നത്? ഇനി അദ്ദേഹത്തിന് ചിറക് വല്ലതും ഉണ്ടോ? അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അയാള് ഹെലികോപ്റ്ററിലാണ് പോകാറുള്ളത്. ഓ സാറേ, ഓർമ്മ വന്നു. ഒരു വഴി കൂടി ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ കൂടെ നീന്തി അവിടുത്തെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുള്ളതാ. എന്റെ അമ്മോ, വെള്ളച്ചാട്ടോ? വെള്ളച്ചാട്ടത്തൂടെ നീന്തിയ താഴേക്കല്ല വരിക. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ മുകളിലേക്കല്ലേ പോകേണ്ടത്. അതിനുള്ള വഴി പറയൂ. അവരെങ്ങനെയാ പോയതെന്ന് എനിക്കും അറിയത്തില്ല സാർ. ആർക്കറിഞ്ഞാലും ശരി, അറിയില്ലെങ്കിലും ശരി, ഞങ്ങൾ അത് കണ്ടുപിടിക്കുന്നതായിരിക്കും. വാ മോട്ടു. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. വല്ലത് കഴിക്കാൻ പോയിട്ട്. ഒന്ന് മിണ്ടാതിരുന്നേ മോട്ടു. നമുക്ക് ഇനി മുകളിലേക്ക് പോയി ആഹാരം കഴിക്കാം. നമ്മുടെ മിഷൻ സക്സസ് ആവണം. യെസ് 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 സക്സസ്. ഫോക്കസ്, ഡോണ്ട് ഡൈവേർട്ട്. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ദി നെയിം ഈസ് ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. വരൂ വരൂ മക്കളെ. പക്ഷേ ഈ തേങ്ങാമഴ എവിടുന്നാണാവോ വരുന്നത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. മമ്മി, ഡാഡി, അങ്കിൾ, മുത്തച്ഛ, അമ്മച്ചി. രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് വാട്ടർഫാൾസ് കണ്ടിട്ടാ മുതലേ പേടിച്ചതെന്നാ. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. മാത്രമല്ല മേളിലേക്ക് പോകുവാനുള്ള വഴിയും കാണുന്നില്ല. എന്റെ മോട്ടു, ഇപ്പൊ ഈ വിശപ്പിന്റെ കാര്യം വിട്ടേക്ക്. നമുക്ക് വാട്ടർഫാൾസിന്റെ മുകളിലേക്ക് നീന്തി പോവാൻ പറ്റില്ല. പക്ഷെ വാട്ടർഫാൾസിന്റെ പുറകിൽ പാറയുണ്ട്. അതിൽ പിടിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എത്താം. വേഗം വാ. എന്റെ അമ്മോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ കമാൻഡോ ട്രെയിനിങ്ങിൽ റോക്ക് ക്ലൈംബിംഗ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പോകുന്നത്. ഇപ്പൊ കണ്ടോളൂ, കണ്ടോ. കമാൻഡോ അറ്റൻഷൻ, ഫോളോ മീ. യെസ് സർ. എന്നെ
പിടിച്ചോ, ഞാൻ മുകളിലേക്ക് പോവാൻ പോവാ. എന്റെ മോട്ടു പിന്നിലേക്കൊന്ന് നോക്ക്. ഇല്ല പത്ലു. ദേ അട്ട. എന്റെ അപ്പച്ചിയെ. വേണ്ട കടിക്കല്ലേ, കടിക്കരുതെന്ന്. പൊയ്ക്കോ. വേണ്ട, രക്ഷിക്കണേ. അല്ല, നിങ്ങൾക്കൊന്നും നാണമില്ല പ്രാണികളെ. വിശക്കുന്നത് എനിക്കല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ പാർട്ടി ആഘോഷിക്കാൻ ഞങ്ങളെ കിട്ടിയുള്ളൂ. ഇവറ്റകളെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. സോറി പറ, സോറി പറയാൻ. ദേ വരുന്നു. എന്റെ മോട്ടു പിന്നിലേക്കൊന്ന് നോക്ക്. ഇല്ല പത്ലു, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള സമയമല്ല ഇത്. എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്ക് പ്ലീസ്. എക്സ്ക്യൂസ് മീ. എന്താണ്? പിടിക്ക്, എന്റെ കയ്യിൽ പിടിക്ക്. എന്റെ അമ്മോ, വിട് എന്റെ കൂട്ടുകാരെ വിടാൻ. വിട് 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 വിട്. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. നിന്നെ വെറുതെ വിടില്ല. ചിങ്കം സാറ് എന്നെയല്ല അട്ടയെ വെടിവെക്ക്. ഓക്കേ. മൈ ഡിയർ ഇളനീരെ, സ്റ്റോപ്പ്. എന്റെ കൂട്ടുകാരന്റെ ജീവൻ അപകടത്തിലാണ്. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ എല്ലാവരും ആ ജീവിയുടെ മീതെ ചെന്ന് വീഴ്. ചിങ്കം സാറേ സോറി, പിന്നെ താങ്ക് യു ഉണ്ട്. ഇന്ന് നിങ്ങളുടെ തേങ്ങ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ എല്ലാവരും ഓടിക്കോ. പൊളിക്കടുത്തല്ലോ, നമ്മൾ എങ്ങോട്ട് ഓടാനാണ്? അട്ടകളുടെ ഒരു പ്രസ്ഥാനം ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ? അതെ ഗസീട്ടാറാം, അങ്ങ് ദൂരെ വെട്ടം കാണുന്നുണ്ട്. അവിടെ തീർച്ചയായും വഴിയുണ്ടാവും. അതിൽ കൂടെ നമുക്ക് രക്ഷപ്പെടാം. വല്യേട്ടാ, നിങ്ങൾ എവിടെയാ ഉള്ളത്? ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ വല്യേട്ടാ. എനിക്ക് തോന്നുന്നു ഡോക്ടർ ചട്കയ്ക്ക് പാറയിൽ കൂടെ കയറാൻ പറ്റിയില്ലെന്നാ. ഈ ഓട്ടം എപ്പോഴാവുന്ന അവസാനിക്കുക? വിശപ്പ് കൂടി കൂടി വരികയാണ്. ഭക്ഷണം. എന്റെ പത്ലു, മുൻപിലതാ സമൂസ, വലിയ വലിയ സമൂസ. ഇനിയല്ലേ രസം. എന്റെ മോട്ടു സ്വയബോധത്തിലേക്ക് തിരിച്ചു വാ. അത് സമൂസയല്ല, ഗസീറ്റാറാമും ചിങ്കൻ സാറുമാണ് മോട്ടു. അല്ല അല്ല, അത് സമൂസ തന്നെയാണ്. സമൂസ. നമ്മളിപ്പോ ലാൻഡ് ആവാൻ പോവാണ്. മോട്ടു താഴെ സമുദ്രമാണ്. എന്റെ അമ്മോ, സമൂസ. എന്റെ അമ്മോ, ഓടിക്കോ ഓടിക്കോ. സമൂസ, സമൂസ. എത്ര വലിയ സമൂസയാ. അല്ല, ഇവൻ എന്റെ വയറ്റിലേക്ക് പോവാൻ എത്ര ധൃതി എന്താ? മോട്ടു അത് സമൂസയല്ല, ഷാർക്കാണ്. മോട്ടു, എന്റെ അമ്മോ.
ഒരു കടി മാത്രം കടിച്ചോട്ടെ, ഒരേ ഒരു കടി മാത്രം. താൻ എന്തൊരു മനുഷ്യനാടോ, എന്നെ വെറുതെ വിട്ടൂടെ, എന്നെ പോകാൻ അനുവദിക്കൂ. ഷാർക്കാണ് മനുഷ്യനെ തിന്നാറ്, അല്ലാതെ മനുഷ്യൻ ഷാർക്കിനെ അല്ല. മമ്മി, ഈ മനുഷ്യനിൽ നിന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. സമൂസ 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 സമൂസ. മോട്ടു, നീ വിചാരിക്കുന്നത് പോലെ അത് സമൂസയൊന്നല്ല, ഷാർക്കാണ്, ഷാർക്ക്. എന്താ ഷാർക്കോ? എന്തുകൊണ്ടാ നിങ്ങൾ ആദ്യം പറയാഞ്ഞ്? അതെങ്ങാനും എന്നെ കഴിച്ചിരുന്നെങ്കിലോ? എന്റെ ചങ്കുകളെ, ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? വേഗം വേഗം എന്റെ കാലിൽ പിടിക്ക, എന്നിട്ട് നമുക്ക് പറക്കാൻ ചങ്കുകളെ. പിടിക്കോ. വലിയേട്ടാ, ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് എവിടെ നിന്നാണ് വന്നത്? പറയൂ. എന്റെ ചങ്ക്, എന്റെ ബാഗിനകത്തെ ഒരു 4-5 എപ്പോഴും ഉണ്ടാകാറുള്ളതല്ലേ. നമ്മള് മോളീന്ന് ചാടിയപ്പോ അട്ടയെ കണ്ട് പേടിച്ചപ്പോളെ ഞാൻ അതിന്ന് ഒരെണ്ണം അങ്ങ് എടുത്തായിരുന്നേ. അതാണിത്. എന്റെ പൊന്നു ചങ്കുകളെ, എന്നോട് ഒരു തവണ എങ്ങനെ ക്ഷമിക്ക്. സോറി, വെരി സോറി, ഞാനത് മറന്നു പോയതാണെന്ന്. ഡോക്ടർ ജഡ്ക, സോറിയൊക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങൾക്ക് വേഗം ഫ്ലൈയിങ് ഹെൽമെറ്റ് തരൂ. ഞങ്ങളിപ്പോ മുകളിൽ പോകാനുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞു. വേഗം വാ. എന്തു പറയുന്നു ആർട്ടി? പ്രാക്ടീസ് തുടങ്ങാമല്ലേ? വരൂ. ശരി. വലിയേട്ടാ, കണ്ടില്ലേ? അവൻ അവന്റെ കാല് കൊണ്ടാണ് ആ ബെഞ്ച് തൊഴിച്ച് പൊട്ടിച്ച് കളയുന്നത്. ശ്രദ്ധിച്ചോ? ഇതൊക്കെ എനിക്ക് എന്റെ വിരല് കൊണ്ട് മാത്രം ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് പോയേ. ഹലോ മോട്ടു പത്ലു, വരൂ വരൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ജഡ്ക, ഗസിതറാം, പിന്നെ ചിങ്കമാണെന്ന്. ഹലോ മിസ്റ്റർ മാർഷൽ. അന്നത്തെ ആ മേളയിലെ സംഭവത്തിന് ശേഷം എനിക്ക് തീർച്ചയുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ വീണ്ടും വരുമെന്ന്. മാർഷൽ മാർഷൽ മാർഷൽ, അവരൊന്ന് റിലാക്സ് ചെയ്തോട്ടെ. ഹലോ മോട്ടു പത്ലു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ വീട്ടിലേക്ക് സ്വാഗതം. ചായ, കോഫി, എന്താ എടുക്കേണ്ടത്? പൊളിച്ചെടുത്തല്ലോ. എന്താ മാഡം, ഇതിനെയാണോ നിങ്ങൾ ചെറിയ വീടെന്ന് പറയണേ? നിങ്ങൾക്ക് ശരിക്കും ചെറിയ വീട് കാണണമെങ്കിൽ ഞങ്ങളുടെ വീട് വന്ന് കാണണം മാഡം. മേഡം മാർത്തി, ഞങ്ങളെയൊക്കെ സ്വാഗതം ചെയ്തതിൽ നിങ്ങൾക്ക് വളരെ നന്ദി. പക്ഷേ എല്ലാറ്റിനും മുന്നേ നിങ്ങൾ ഞങ്ങളോട് ഇത് പറഞ്ഞു തരൂ. നിങ്ങൾ നിങ്ങളുടെ 3 കുട്ടികൾക്കും എന്ത് സംഭവം കലക്കി കൊടുത്തിട്ടാണ് നിങ്ങളുടെ 3 കുട്ടികളെയും കുംഫു മാസ്റ്റർ ആക്കി മാറ്റി തീർത്തത്? പറയൂ. മോട്ടു പത്ലു, ഐ എം വെരി സോറി. എന്റെ ശിഷ്യന്മാർ നിങ്ങളെ ഒരുപാട് മർദ്ദിച്ചെന്ന്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ അവരെ കുട്ടിക്കാലം തൊട്ട് തന്നെ മാർഷൽ ആർട്സും കുങ്ഫുവും പഠിപ്പിക്കുന്നുണ്ട്. പുറത്തുള്ളവരുമായി ഏറ്റുമുട്ടുമ്പോഴല്ലേ അവരുടെ ബലം നമുക്ക് പരീക്ഷിക്കാനാവൂ. ശരിയാ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഹിം നരേഷ്, ക്രൈം മാസ്റ്റർ, ബോൺലെസ് മാസ്റ്റർ അടുത്തൊക്കെ കുൻഫു ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളുടെ കഴിവളക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അവരെ അയച്ചത്. അവരെത്രമാത്രം എക്സ്പേർട്ട് ആയി എന്നറിയാൻ. എന്റെ കുട്ടികളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അവർ ഫുൾ മാർക്കോട് കൂടി പാസ്സായി. ഐ എം പ്രൗഡ് ഓഫ് മൈ കിഡ്സ്. മേഡം മാർത്തി, നിങ്ങളുടെ കുട്ടികൾ അവിടുന്ന് പാസ്സായിട്ടൊന്നുമില്ല. ഞാൻ അവരൊക്കെ വെറും കുട്ടികളല്ലേന്ന് വെച്ച് വെറുതെ വിട്ടുവെന്നേ ഉള്ളൂ. ചിങ്കം സാറേ, നിങ്ങൾ തന്നെ പറ, ഇത്രയും ഭംഗിയുള്ള കുട്ടികളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ കൈ പൊക്കുന്നത്? എന്നെ കൊണ്ടത് പറ്റില്ല. പറഞ്ഞു കൊടുക്ക്. ചിങ്കം സാറേ, ഒന്ന് നിക്ക്. നിങ്ങളൊന്നും പറയണ്ട. വരൂ.
നമുക്ക് ടിങ്കിൾ ടിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർസ് കളിച്ചാലോ? ഇല്ല, എനിക്കൊന്നും കളിക്കട്ടെ. കൗണ്ട് യുവർ സ്റ്റാർസ് എനിക്ക് കളിക്കണ്ട. അങ്കിൾ അങ്കിൾ പ്ലീസ് ഒന്ന് കളിക്കൂ. മുമ്പ് കളിച്ചപ്പോ എന്ത് രസമായിരുന്നു. പ്ലീസ്. വേണ്ട വേണ്ട. എന്റെ അമ്മോ മോട്ടോ താഴത്ത് കണ്ടോ? ഈ കൊച്ചുകുട്ടികളുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണെന്ന്. കുട്ടികളെ, മോട്ടു അങ്കിൾ കളിച്ചെങ്കിൽ വിഷമിക്കരുത്. ഈ ചിങ്കം അങ്കിൾ നിങ്ങളോടൊപ്പം എന്തായാലും കളിച്ചിരിക്കും. ഐ ലവ് ടു പ്ലേ വിത്ത് കിഡ്സ്. കം 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 കിഡ്സ് 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 കിഡ്സ്. ചിങ്കം അങ്കിൾ വന്നല്ലോ. കൗണ്ട് യുവർ സ്റ്റാർസ് കളിക്കാലോ. Come on. എന്റെ അമ്മോ, വേണ്ട വേണ്ട. ഇടിച്ചിടിച്ച് എന്നെ പരിപ്പോട് ചട്നിയാക്കല്ലേ. മതി മതി, നിർത്ത. എന്റെ അമ്മ രക്ഷിക്കണേ. എന്നെ ആരെങ്കിലും വാനരന്മാരത്തൊന്ന് രക്ഷിക്കണേ പ്ലീസ്. വേണ്ട, തല്ലല്ലേ. ഞാനൊരു പോലീസുകാരനാണ്. എന്നെ തല്ലരുത്, വിടാൻ. മതി. ഇഡ്ഡലി, ദോശ, പരിപ്പുവട, ചമ്മന്തി, എന്നെ വിട്ടേക്ക്. മമ്മി രക്ഷിക്കണേ. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ തല്ലുന്ന വാനരന്മാരെ കണ്ടിട്ടേ ഇല്ല. ടിങ്കിൾ ടിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർസ് നമ്മുടെ മാത്രം കളിയാണ്. അങ്കിൾ ടിങ്കിൾ വന്നോളൂ. എന്റെ അമ്മോ, ഞാൻ എന്ത് പറയാനാണ്. തല്ല് വാങ്ങി വാങ്ങി ഞാൻ ഇത്രയും നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. സത്യത്തിൽ ഇത്രയും നക്ഷത്രങ്ങൾ ഈ യൂണിവേഴ്സിൽ ഉണ്ടോ മമ്മേ? ഒന്നുകൂടി കളിച്ചാലോ? ചിങ്ക അങ്കിൾ ഒന്നുകൂടി കളിച്ചാലോ? അല്ലേ അങ്കിൾ? എന്റെ അമ്മോ, ഞാൻ നിങ്ങളോടൊപ്പം കളിക്കില്ല. ഒരിക്കലും കളിക്കില്ല. വേണ്ട. മതി മതി കുട്ടികളെ, പകൽ നേരത്ത് അവരെ നക്ഷത്രം എണ്ണിക്കാതെ. മോട്ടു പത്ലൂൻ, നിങ്ങൾക്ക് അവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ പവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാതൽ കഴിച്ചാലും എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാലും. ഞങ്ങൾ ഇവിടെ ചായയും കടിയും കഴിക്കാൻ വേണ്ടി വന്നതല്ല മിസ്റ്റർ മാർഷൽ. ഞങ്ങൾക്ക് കാണേണ്ടത് ഇതാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും സോളിഡ് മാർഷൽ ആർട്സ് ട്രെയിനിങ് പഠിപ്പിക്കുന്നതെന്ന്. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ ആ ആഗ്രഹം പൂർത്തീകരിച്ച് തരാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങള് കുട്ടികളുടെ ട്രെയിനിങ് കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. യാ, റിംഗ് 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 ട്രെയിനിങ്. യാ. ഓ, അപ്പോഴതാണ് കാര്യം. എങ്കിൽ കുട്ടികളെ, ബി റെഡി. അങ്കിളുമാരോടുകൂടി ട്വിങ്കിൾ ട്വിങ്കിൾ കൗണ്ട് ദ സ്റ്റാർട്ട് തുടങ്ങാം. എന്റെ അമ്മോ, വേണ്ട. രക്ഷപ്പെടൂ. പൊളിച്ചെടുത്തല്ല. നമ്മളിനി എങ്ങനെ ഇവിടുന്ന് പോകും? നമ്മുടെ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഈ പിള്ളേരെ പൊട്ടിച്ചു കളഞ്ഞല്ലോ. ഇനി എങ്ങനെ നമ്മൾ പോകുക? ഇങ്ങോട്ട് വരാൻ വഴികളൊന്നുമില്ല, പക്ഷേ തിരിച്ചു പോകാൻ ഒരുപാട് വഴികളുണ്ട്. കണ്ടില്ലേ വലിയേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ. തീർച്ചയായിട്ടും ഇതിനൊരു വഴി ഉണ്ടാവുമെന്ന്. വേഗത്തിൽ ആ വഴി പറഞ്ഞു തരൂ. യെസ് യെസ്, എന്റെ കൂടെ വരൂ. വേഗം വാ. എന്റെ അത്തിപ്പാറ അമ്മച്ചി. എന്റെ അമ്മോ. ആരെങ്കിലും രക്ഷിക്കണേ. വേണ്ട. എന്റെ അമ്മോ. എന്റെ അമ്മോ. താങ്ക് യു വലിയേട്ടാ. ഒന്നുകൂടെ അതുപോലെ ചെയ്തേ. വലിയേട്ടാ, ഒരിക്കൽ കൂടെ അതുപോലെ ചെയ്യൂന്നേ. നല്ല ശക്തിയോടെ ഒരു ചവിട്ടോടെ ചവിട്ടൂന്നേ. ചവിട്ടാനല്ലേ പറഞ്ഞത്? ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. വലിയേട്ടാ, ഒരിക്കൽ കൂടെ അതുപോലെ
അങ്ങോട്ട് ചെയ്യൂ. നല്ല അക്യുപഞ്ചറിന്റെ ഫീലാണ് എനിക്കിപ്പോ തോന്നുന്നത്. ആ ഇനി മറ്റേ കൈ ഒന്നുകൂടെ അതുപോലെ ചെയ്യൂന്നേ. എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നത്? അക്യുപഞ്ചർ അല്ല, മുഴുവൻ ശരീരവും പഞ്ചറാക്കാൻ പോവുകയാ. എന്റെ പത്തിലോ നീ എവിടെയാ ഉള്ളത്? നിന്നെ ഞാൻ കാണുന്നില്ലല്ലോ. വലിയേട്ടൻ എന്ത് രസത്തിലാ മസാജ് ചെയ്യുന്നെന്ന് കണ്ടോ? പൊളിച്ചടുത്തല്ല, മോട്ട് ദേ സ്വയം മുകളിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണല്ലോ. ആ ക്രോക്കഡൈൽ ഇറച്ചി കഷ്ണം തിന്നുന്നത് പോലെ മോട്ടുനെ കടിച്ചു കീറി തിന്നാതെ വിടില്ലേട്ടാ. എന്റെ വലിയേട്ടൻ നിങ്ങൾ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വരൂ നമുക്ക് അവിടെ പോയിരിക്കാം. മോട്ടു പിന്നിലേക്ക് നോക്ക്, എന്നിട്ട് തിരിച്ചു വാ. ഇത് തിരിച്ചു വരാനുള്ള അവസാനത്തെ ചാൻസ് ആണ്. അത് വല്യേട്ടനെക്കാളും വലിയ വല്യേട്ടനാ. മോട്ടു എന്തു അങ്ങനെ പുറകിലുള്ളത്? നോക്കട്ടെ. ക്രോക്കഡൈൽ പത്തലോ രക്ഷിക്കണേ. മോട്ടു ഞാൻ നിന്നെ രക്ഷിക്കാം. മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരനെ നീ വിട്ടേക്ക്. ഈ ചിങ്കമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം, ഈ മലയാണ് സത്യം. എന്റെ അമ്മോ, എന്റെ അമ്മോ. മോട്ടു ചിങ്കം സാർ. ഈ ലോകത്തിന് എന്റെ അവസാനത്തെ സല്യൂട്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാൻ പോലും വയ്യ. പൊളിച്ചടുത്തല്ലോ, ഒരു ക്രോക്കഡൈൽ പോരാഞ്ഞ് ദേ വരുന്നു രണ്ടാമത്തതും. ഇനിയിപ്പോ നമ്മൾ ആരൊക്കെയാണ് രക്ഷിക്കുക ബത്ലു? എന്റെ ഗസീറ്ററാമ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മളിപ്പോ പോയി ഇതിനെ നേരിടേണ്ട സമയമാണ്. പക്ഷെ ബുദ്ധിപൂർവം വേണം നേരിടാൻ. എന്റെ അമ്മോ, ക്രോക്കഡൈൽ എന്നെ വേദനിപ്പിക്കാതെ തിന്നണേ. താങ്ക് യു പത്തലു, താങ്ക് യു വെരി മച്ച്. ഞാൻ വിചാരിച്ചത് അത് വലിയേട്ടനാണെന്നല്ലേ. താങ്ക് യു. എന്റെ അമ്മോ, എന്റെ അമ്മോ മോട്ടു, ഞാൻ നിന്നെ രക്ഷിച്ചു. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. സ്നേക്കോ ക്രോക്കഡൈലോ എല്ലാറ്റിനും എന്നെ കാണുമ്പോ പേടിയാണ്. അതെ അതെ, അത് നമ്മൾ നേരിട്ട് കണ്ടു. അപ്പൊ പത്തലു വലിയേട്ടനല്ല എന്നെ രക്ഷിച്ചതെങ്കിൽ നിങ്ങൾ 3 പേരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചേട്ടൻ എവിടെ പോയി? ഓയ് ഞാനിവിടെ ഉണ്ട്. എന്റെ ചങ്കുകളെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെല്ലാവരുടെയും ബാഗിൽ ഓരോ പാരച്യൂട്ട് വീതം ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ചങ്കുകളെ, എന്നെ തല്ല വരരുത്. ഞാൻ തന്നെ എന്നെ ഇടിച്ചോളാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ? വെരി സോറി. തെറ്റ് ഞങ്ങളുടെയും കൂടിയാണ്. എന്റെ ഒരുത്തന്റെ വാക്ക് കേട്ടല്ലേ നമ്മളൊക്കെ ഈ കെണിയിൽ വന്ന് പെട്ടത്. നമ്മൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇതുപോലെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. സോറി മോട്ടോ. ഇപ്പൊ ഇത് നിന്റെ മാത്രം ആവശ്യമല്ല, എന്റെയും കൂടിയാ. ആ പിള്ളേരുടെ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള എല്ലാ വിവരവും അറിഞ്ഞിട്ട് തന്നെയുള്ള ഭാഗ്യകാര്യം. അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ.
കുട്ടികളെ ഇവിടെ വരൂ. മാർഷൽ, ഇപ്പോഴും ഇവരുടെ ഫംഗ്ഷനിങ്ങിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണം. കുട്ടികളെ, ബ്രേക്ക് ടൈം. ഇവരുടെ പെർഫോമൻസ് മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. അത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പിള്ളേരുടെ ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. അതൊക്കെ ശരി തന്നെയാ ടി. പക്ഷെ ഈ മോട്ടുവും പത്തുലുവിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് സത്യം മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അവരെ പറ്റി ഒരുപാട് അന്വേഷിച്ചു. അവർ അത്ര പെട്ടെന്നൊന്നും തോൽവി സംബന്ധിച്ച് മടങ്ങുന്നവരല്ല. യോ ഡോണ്ട് വറി മാർഷൽ. നമ്മുടെ താവളത്തിലേക്ക് വരാൻ അവരുടെ കയ്യിൽ ഒരു വഴിയുമില്ല. അഥവാ അവരെത്തിക്കഴിഞ്ഞാലും നമ്മുടെ സിംഹക്കുട്ടികളല്ലേ ഇവിടെ ഉള്ളത്. അവരെ വകവരുത്തിക്കോളും. ഒന്നും മനസ്സിലാവുന്നില്ല. ക്യൂട്ടായിട്ടിരിക്കുന്ന പിള്ളേരെടുത്ത് എവിടുന്നാണ് ഈ സിംഹത്തിന്റെ പോലത്തെ ശക്തി വന്നത്? ഒരുപക്ഷെ ആ പിള്ളേര് സമൂസകൾ കഴിച്ച് ശക്തി ഉണ്ടാക്കിയതായിരിക്കുമോ? പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. വേഗം ആലോചിക്കേ. ഐഡിയ ഡിവൈഡ് ആൻഡ് റൂൾ. ഈ ട്രിക്ക് ഉപയോഗിച്ച് പണ്ട് നമ്മൾ ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ. പക്ഷെ അതെങ്ങനെ സംഭവിക്കും? നമുക്കൊരിക്കലും ഡിവൈഡ് ആവാൻ പറ്റില്ല പത്തുലു. പറ്റുമോ? എന്റെ മോട്ടു, ഞാൻ പറഞ്ഞത് നമ്മളെ അല്ല, ആ 3 പിള്ളേരെയാ ഡിവൈഡ് ചെയ്യേണ്ടത്. 3 പേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാ കൂടുതൽ ശക്തി. പക്ഷെ അവർ 3 പേരെയും വേർതിരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പെർഫെക്റ്റ്. നമ്മളോട് അവന്മാര് കളിച്ചാൽ നമ്മൾ അവന്മാരിട്ടൊരു കളി പഠിപ്പിക്കും. പത്ലു, തന്റെ പ്ലാൻ എന്താ എന്നോട് പറയൂ. പ്ലാൻ തീർച്ചയായും സെറ്റാണ്. നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവരെ നമുക്ക് താഴേക്ക് വിളിച്ചു വരുത്താൻ പറ്റുമല്ലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് പോയി നജൂബ സിറ്റിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് നമ്മൾ നമ്മുടെ പണി ഇവിടെ തുടങ്ങണം. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കാറ് സ്റ്റാർട്ട് ആവുന്നേ ഇല്ലല്ലോ. എല്ലാവരും കൂടി ഒന്ന് തള്ളിക്കേ. നീങ്ങട്ടെ, അങ്ങോട്ട് പോട്ടെ. ഞങ്ങളെയും കൂടെ കൊണ്ടുപോകൂ. നോക്കി നിൽക്കാതെ വേഗം കേറൂ. എന്റെ അമ്മോ, വണ്ടി നിർത്തോ. പൊളിക്കടുത്തല്ല. കാറ് നിർത്താൻ പറ്റുന്നില്ല. എന്റെ അമ്മോ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കാറ് നിർത്താൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബ്രേക്ക് പോയെന്നാ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ കാറിനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. വണ്ടി നിർത്താൻ പറയൂ പ്ലീസ്. രക്ഷിക്കൂ. ചായ പൊളിക്കടുത്തല്ല. ഏത് നേരത്താണോ നമ്മൾ ഈ നാട്ടിൽ വന്ന് കൂടിയത്? ഇനി ഒരിക്കലും ഈ നഗരത്തിലേക്ക് നമ്മൾ കാലെത്താൻ പാടില്ല.
ക്യൂട്ട് കിഡ്. മിസ്റ്റർ മാർഷൽ, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് വേഗം താഴേക്ക് ഇറങ്ങി വാ. ഇവിടെ ഇന്റർനാഷണൽ ക്യൂട്ട് കിഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ റൗണ്ടിലേക്കുള്ള സെലക്ഷനാ. നിങ്ങളുടെ പിള്ളേര് ജാമ്യന്മാരല്ല, ജാമ്യന്മാര്. അവർ ഈസി ആയിട്ട് സെലക്ട് ആവുന്നേ. അവന്റെ കൂട്ടുകാരെ ചെയ്യും. സാറേ, അവരുടെ കാര്യം ഓർത്ത് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവരുടെ ഓട്ടം കണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പി പോയതാ എന്റെ പൊന്ന് സാറേ. ഓടിപ്പോയി. നല്ല കാര്യം. ഞാൻ കുട്ടികളെയും കൊണ്ട് ഉടനെ താഴെ വരാം. സാർ എത്തിയോ? വന്നാലും വന്നാലും ഞാൻ മുമ്പിലത്തെ സീറ്റ് വരെ സാറിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. വരൂ, ഇവിടെ ഇരിക്കും സാറേ. എല്ലാവരും ഒന്ന് ശാന്തമായി ഇരിക്കണേ. പ്ലീസ് 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 പ്ലീസ്. നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്റർനാഷണൽ കിഡ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വെൽക്കം. എല്ലാ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പൊ നടത്തുന്ന ഈ കോമ്പറ്റീഷൻ അങ്ങനത്തെ പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, കേട്ടല്ലോ. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. ഈ കോമ്പറ്റീഷനിൽ ആരാണോ സെലക്ട് ആവുന്നത് അവരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് USA-യിലെ ഫൈനൽ റൗണ്ടിലേക്ക് അയച്ചു വിടും. എല്ലാവരും റെഡി ആയിക്കോളൂ. ഫസ്റ്റ് റൗണ്ട് ദേ തുടങ്ങാൻ പോകുന്നു. എല്ലാവരും അവരവരുടെ കുട്ടികളുമായി വന്ന് എൻട്രി ഫോം ഫിൽ ചെയ്യൂ പ്ലീസ്. അവിടെ നിൽക്കൂ. ഞങ്ങളുടെ ചീഫ് ജഡ്ജ് പുറകിൽ ടെന്റിനകത്തുണ്ട്. കുട്ടികളുടെ ചെറുതും വലുതുമായ മെന്റലിയും ഫിസിക്കലിയുമായിട്ടുള്ള ടെസ്റ്റ് എടുക്കും. പിന്നീട് അതിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ നടക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരും. പ്ലീസ്. So sweet kids. 3 പേരും ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. 3 പേരെയും ഞാൻ ഒരുമിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവര് 3 പേരും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സെലക്ട് ആവുമെന്ന്. വരൂ കുട്ടികളെ. സാറേ, ഇത് കണ്ടില്ലേ? എത്ര ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ. ഇവരെ കൊണ്ടുപോയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ പ്ലീസ്. വെരി ക്യൂട്ട് കിഡ്സ്. വരൂ കുട്ടികളെ, വരൂ. മോനെ, ഇനി നീ കുറച്ചു നേരം ദേ ഈ ചെയറിലിരുന്ന് വിശ്രമിക്കൂ. ഇരിക്കൂ പ്ലീസ്. ഒന്ന് ക്ഷമിക്കൂ മോനെ, ഒന്ന് ക്ഷമിക്കൂ. ഞാൻ എല്ലാം പറയാം. നീ ഞങ്ങളെ വട്ടം കറക്കി ചുറ്റിത്തിരിപ്പിച്ചല്ലേ കൗണ്ട് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞ് കളിപ്പിച്ചത്. ഇനി എന്റെ ഊഴമാണ്. പറയൂ, നിങ്ങൾ 3 പേർക്കും ഇത്രയും വലിയ ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? പറ. പറയാനല്ലേ പറഞ്ഞത്? അങ്കിൾ, നിങ്ങളുടെ ശബ്ദം വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ മോട്ടു അങ്കിളല്ലേ? ഇപ്പൊ മനസ്സിലായി. ഞാൻ മോട്ടുവാണ്. പറയൂ, ഇനി വേഗം പറയൂ. നിന്റെ ശക്തിയുടെ സൂത്രം എന്താണ്? പറയൂ. മോട്ടു അങ്കിളിനെ കിട്ടിയല്ലോ. മോട്ടു അങ്കിളിനെ കിട്ടിയല്ലോ. മോട്ടു അങ്കിൾ കൗണ്ട് സ്റ്റാർസ് കളിക്കുമല്ലോ. നമുക്കിനി അടിച്ചു പൊളിക്കാലോ. ഒരുപാട് സന്തോഷിക്കേണ്ട മോനെ. നിന്റെ കൈ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നീ കൗണ്ട് ദ സ്റ്റാർസ് കളിക്കുക?
പൊളിച്ചെടുത്തല്ലോ. പിള്ളേർക്ക് ഇങ്ങനെ ഇടിക്കാൻ സാധിക്കോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. അങ്കിൾ അങ്കിൾ പ്ലീസ് നമുക്കൊരു സെൽഫി എടുക്കാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. റെഡിയാണോ? ഇനി എന്തോന്ന് ഫ്രെയിം ചെയ്യാനാ? ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഫ്രെയിം ചെയ്തതുപോലെ അല്ലേ ഉള്ളത്. അങ്കിൾ നിങ്ങൾ റെഡിയായേ പറ്റൂ, അല്ലെങ്കിൽ വേഗം റെഡിയായിക്കോ. നിങ്ങൾ റെഡിയായില്ലെങ്കിൽ നിങ്ങളെയാകും ടോട്ടൽ ഔട്ട്. ഇനി ഡൗട്ട് മമ്മി. ഹലോ മോട്ടു പത്ലു, നിങ്ങൾ എന്ത് ധരിച്ചു ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ ട്രാപ്പിൽ വീഴുമെന്നോ? ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് പോകൂ. എന്തിനാ ഞങ്ങളുടെ പുറകെ കൂടിയിരിക്കുന്നത്? മിസ്റ്റർ മാർഷൽ, ഞങ്ങളുടെ ചെറിയൊരു ആഗ്രഹമല്ലേ. ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും സോളിഡ് ബോഡി ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. പ്ലീസ്. പിന്നെയും അതേ ആവശ്യമോ? വീണ്ടും അത് തന്നെയാണോ പറയുന്നത്? എല്ലാം യഥാസമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിന്റെ കാര്യമൊക്കെ പറഞ്ഞു തരാം. ഇവിടെ നിന്നും ഓടിപ്പോകാനായി നിങ്ങൾക്ക് അവസാനമായി ഒരു അവസരം തരാം. ഇനിയും ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ കണ്ടുമുട്ടിയാൽ അത് നിങ്ങളുടെ അവസാനമാണെന്ന് കരുതിക്കോ. മിസ്റ്റർ മാർഷൽ പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏത് സമയത്തിനെ കുറിച്ചാ പറഞ്ഞത്? അദ്ദേഹം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കുവാനായി? പൊളിച്ചെടുത്തല്ലോ. എനിക്ക് തോന്നുന്നു അയാള് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇനി ഒരുപാട് സമയമുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലാന്നേ. നമ്മൾ ഇവിടുന്ന് ഓടില്ല. അതൊരിക്കലും സംഭവിക്കില്ല. നമ്മൾ അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്, എന്ത് കാര്യമാണ് അയാൾ പറയുന്നതെന്ന്. നമ്മൾ ഇവിടുന്ന് ഓടില്ല. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ കസിഡ്, അവരെ നോർമൽ ആയിട്ടുള്ള പിള്ളേരൊന്നും അല്ല. അവരിൽ എന്തോ ദുരൂഹതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ നമ്മൾ എല്ലാ റോബോട്ടുകളെയും ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് റോബോ കിഡ്സിന്റെ ഒരു സൈന്യം വാർത്തെടുക്കാം. പിന്നീട് ഇവരുടെ സഹായത്തോടുകൂടി ലോകത്തിലെ എല്ലാ ബാങ്കുകളെയും നമുക്ക് കൊള്ളയടിക്കാം. അങ്ങനെ കോടീശ്വരന്മാരാകാം. ആയിരക്കണക്കിന് റോബോ കിഡ്സിന്റെ സൈന്യം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ സൈന്യം ഉപയോഗിച്ച ഈ രാജ്യത്തെ തന്നെ കീഴടക്കാം. ഈ രാജ്യം നമ്മുടേതായി മാറും. അതെ, നമ്മുടെ മാത്രം രാജ്യം. ഈ രാജ്യത്ത് റോബോട്ട് കിഡ്സ് സൈന്യം, റോബോട്ട് കിഡ്സ് പോലീസ്, റോബോട്ട് കിഡ്സ് എയർഫോഴ്സ് കൺട്രോൾ ചെയ്യും. അവരെ മുഴുവനും നമ്മൾ കൺട്രോൾ ചെയ്യും. പെർഫെക്റ്റ് പ്ലാൻ. അങ്ങനെ കുറച്ചു നാൾ കൊണ്ട് നമ്മൾ മാത്രമായി ഈ രാജ്യം ഭരിക്കും. അതിനുശേഷം മറ്റു രാജ്യങ്ങളെയും നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. പക്ഷെ ഇപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ആ മോട്ടുവും പത്തലുവുമാണ്. അവരെ എന്തു ചെയ്യും? അവരിവിടുന്ന് പോയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോൽവി സമ്മതിക്കുന്ന ആളുകളല്ല അവർ. യു ആർ റൈറ്റ്. വരൂ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഹലോ സെക്യൂരിറ്റി, മോട്ടു പത്ലുവിന്റെ വിവരം വല്ലതുമുണ്ടോ? അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ട് സാറേ. കിഡ്സ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് അവരുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സാറാണെങ്കിലും ചിരിച്ച് മണ്ണ് തപ്പി പോകും എന്റെ സാറേ. ഞാൻ അവരെ ഈ നഗരം മുഴുവനും നോക്കിയതാ സാറേ, പക്ഷെ പൊടി പോലും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അവർ എലിയെ പോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരിക്കുമെന്നാ. എലികളെ പോലെയോ? എലികളെ തുരത്തി ഓടിക്കാൻ വെണ്ണയുടെ ആവശ്യമുണ്ട്. ചീസോ? ആജ്ഞാപിച്ചാലും സാറേ. എന്റെ കടയിൽ ഒരുപാട് ചീസ് ഉണ്ട് സാറേ. സാറിന് ഇഷ്ടപ്പെട്ട ചീസ് ഏതാണെന്ന് പറഞ്ഞ ഞാൻ തന്നെ പ്ലാൻ ചെയ്തോളാം എങ്ങനെ ഈ എലികളെ തുരത്തണമെന്ന്. കിട്ടിപ്പോയി. ഹിൽ ടോപ്പ് സിറ്റിക്ക് മുകളിലേക്ക് പോകുവാനുള്ള വഴി നമുക്ക് കിട്ടിപ്പോയി.
ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവർക്ക് ഹെലികോപ്റ്റർ കിട്ടുമെന്നാണ്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യും, എന്നിട്ട് ജയിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. ഹെലികോപ്റ്റർ. എന്റെ മോട്ടു, എലി എവിടെയാണോ ഉള്ളത് അവിടെ എന്തായാലും പാമ്പുണ്ടാവും. എനിക്ക് തോന്നുന്നത് ടൈക്കാണ്ടോ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരികയും ചെയ്യും. നമ്മളെല്ലാവരും എലിയെ പോലെ അവരുടെ വായിൽ ചെന്ന് പെടുകയും ചെയ്യും. എന്റെ പത്തിലോ, നീ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ പേടിക്കുന്നത്? ആ പോസ്റ്ററിലോട്ടൊന്ന് നോക്കൂ. ആ ഫോട്ടോയിൽ ആ പിള്ളേരൊന്നും അല്ല, ഇത് വേറെമാരാണ്. ഇതിൽ നിന്ന് മനസ്സിലായിക്കൂടെ തായ്ക്കോണ്ടോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന്? അല്ലെങ്കിൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? എന്റെ അമ്മോ, ഐ അഗ്രി വിത്ത് യു മോട്ടോ. അഗ്രി 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 അഗ്രി. ഒരു തവണ ഹെലികോപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് എല്ലാവർക്കും ഹിൽ ടോപ്പ് സിറ്റിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാം ഇപ്പൊ റെഡിയാണെങ്കിൽ നമുക്ക് കളിച്ചേക്കാം ബാസ്കറ്റ് ബോള്. ഡോക്ടർ ജഡ്ക, വണ്ടി നേരെ വിട്ടേക്ക്, കോർട്ടിനടുത്തേക്ക്. എന്റെ പത്തിലു, ഈ പിള്ളേരടുത്ത് കളിക്കാതെ തന്നെ നമുക്ക് ജയിക്കാമെന്നേ. നീ കണ്ടോ? എന്റെ മോട്ടോ, നമ്മൾ കാണുന്നതൊന്നും ആവില്ല നടക്കുന്നത്. നടക്കാൻ പോകുന്നതൊന്നും കാണാനും പറ്റില്ല. നിൽക്ക്, കുറച്ച് സമയം കാത്തിരിക്കാം. ഇല്ല പത്തിലു, വെയിറ്റ് ചെയ്യാനൊന്നും ഇനി സമയമില്ല. ഒരു മിനിറ്റ്. ഹലോ സാറേ, ഞങ്ങൾ കളിക്കുന്നുണ്ട്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ തരുന്നത് സത്യമാണല്ലോ. അതിനിപ്പോ ഈ ഫോമിലേക്ക് സൈനിട്ടേക്ക്. പ്രിയ സുഹൃത്തുക്കളെ, ഓട്ടവും പത്തിലും ഈ മാച്ചിന്റെ ഫൈനലിൽ കയറിയ കിഡ്സുമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. Let's start. എന്റെ അമ്മോ, ആദ്യം ഇത് പറഞ്ഞേ, ഹെലികോപ്റ്റർ എവിടെയാണ് ഉള്ളത്? ടെറ 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 ഹെലികോപ്റ്റർ. യാ, അവരെത്തി. പൊളിക്കടുത്തല്ലോ. ആ വാനരന്മാരാണോ മത്സരത്തിൽ പങ്കൊള്ളാൻ പോകുന്നത്? കൂടെ ഫൈനൽ കളിക്കാൻ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞത് ഇവരാ. എന്റെ രോഗികളാണ് സത്യം. ഇത് ചതിയാണ്. നമുക്ക് വേറെ ആരെങ്കിലും കൂടെ കളിച്ചാൽ മതി, ഇവരുടെ കൂടെ കളിക്കണ്ട. സാറേ, ഈ കുട്ടികളൊക്കെ ട്രെയിനീസ് ആണ്. ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റർ മാർഷൽ സാറേ, താങ്കൾ പറഞ്ഞ ഐഡിയ പോലെ തന്നെ എല്ലാം സംഭവിച്ചു. സെക്യൂരിറ്റി ഒന്നും വിട്ടാതിരിക്കെ. മോട്ടു പത്ലു, നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മാച്ച്. ഇല്ല, ഞങ്ങൾ കളിക്കില്ല. ഞങ്ങൾക്ക് കളിക്കണ്ട. ഓഹോ മോട്ടു പത്ലു, എന്താ ഇത്ര ധൃതി? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കരാറിൽ ഒപ്പിട്ടത്? കളി കഴിയുന്നത് വരെ നിങ്ങൾക്ക് പുറത്തു പോകാൻ അവകാശമില്ല. അതുകൊണ്ട് കളിച്ചേ പറ്റൂ, മറ്റു മാർഗമില്ല. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വക വരുത്തും ഞാൻ. എന്റെ അമ്മോ, അല്ലെങ്കിൽ മത്സരം കഴിയാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കളിച്ചു തന്നെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് പ്ലേ. റെഡി? മമ്മി. യെസ്. എന്റെ അമ്മോ, എന്തിനാ തല്ലിയത്? നിങ്ങൾ ഇവിടെ കളിക്കാനല്ലേ വന്നിരിക്കുന്നത്? നിങ്ങൾ സൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ ഫോമിൽ തല്ലുകൊണ്ടാൽ പരാതിപ്പെടാൻ അവകാശമില്ല. നിങ്ങൾക്കും തിരിച്ചു തല്ലാം. അല്ല, ഈ ചെറിയ ചെറിയ കുട്ടികൾ ഞങ്ങളെ എങ്ങനെ അടിക്കുന്നത്? വാ മോട്ടു, നമുക്ക് കളി തുടങ്ങാം. വാ. മമ്മി. Yes. Yes. Yes.
പത്തുലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, വേഗം ചെയ്യൂ. ഐഡിയ. നമുക്ക് അവരെ അടിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ബുദ്ധിയും സ്പീഡും ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കാൻ പറ്റും. കേൾക്ക്. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കെ. ലാസ്റ്റ് പോയിന്റ് 5 സെക്കൻഡ് ബാക്കിയുണ്ട്. ലാസ്റ്റ് പോയിന്റ് 5 സെക്കൻഡ്സ്. ഓക്കെ, കം ഓൺ, സ്റ്റാർട്ട്. ചിങ്കം സാറേ, ഇപ്പൊ പണി തുടങ്ങിക്കോ. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ജയിച്ചിരിക്കുന്നു. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു. ഇനി തന്നോളൂ, ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് തരൂ. ഇത് മറ്റടുത്ത ചീറ്റിംഗ് ആയി പോയല്ലോ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് മേളിലേക്ക് വരാൻ പറ്റില്ലെന്നോ? ഞങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഡോക്ടർ ജഡ്ക, ഇപ്പൊ സമയവും സന്ദർഭം എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണിക്കേ നിങ്ങളുടെ സീക്രട്ട് ക്യാമറയുടെ വിദ്യ. ഇപ്പൊ കാണിച്ചു തരാ. മോട്ടു എന്റെ ചങ്ക്. പത്തിലു എന്നോട് ആ മാച്ച് മുഴുവൻ സീക്രട്ടായി റെക്കോർഡ് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ എക്സ്റേ വിഷൻ ഷൂട്ടിംഗ് അങ്ങ് ചെയ്തു. ഇതാ കണ്ടില്ലേ? വലിയേട്ടാ, ഈ 3 പിള്ളേരുടെയും അകത്തു നിന്നും ടിങ് 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 എന്താ ഒരു ലൈറ്റ് വന്നോണ്ടിരിക്കുന്നത്? നോക്കൂ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നടന്നു. ഇവര് 3 പേരും മനുഷ്യക്കുട്ടികളല്ല, ഇവര് 3 റോബോട്ടുകളാ ചങ്കുകള്. എന്റെ അമ്മോ, the name is ചിങ്കം. ഈ ഇൻസ്പെക്ടർ ചിങ്കം ആ 3 റോബോട്ട് കിഡ്സിനെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. എങ്ങനെയുണ്ട്? അല്ല ചങ്ക, എന്റെ ക്യാമറ എവിടെ പോയി? ഓ ചിങ്കം സാറേ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഒരുപാട് വിലയുള്ള എന്റെ എക്സ്റേ വിഷൻ ക്യാമറയാ നിങ്ങൾ തകർത്ത് കളഞ്ഞത്. ചിങ്കം സാറേ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ഫയർ ചെയ്താലുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വെച്ചേക്കില്ല. എന്റെ അമ്മോ, സോറി സോറി സോറി. എന്റെ അകത്തുള്ള ആവശ്യത്തിന്റെ സമുദ്രം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അതിനെ തടയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിങ്കം സാർ, ആ സമുദ്രത്തിനോട് പറയൂ കുറച്ചു നേരത്തേക്ക് അടങ്ങിയിരിക്കാൻ. കാരണം ഞാൻ ആ 3 തകരപ്പാട്ടുകളെയും വെറുതെ വിടാൻ പോകുന്നില്ല. കണ്ടപ്പോ പാവം പിള്ളേരല്ലെന്ന് ഓർത്തിട്ടല്ലേ ഞാൻ ഇതുവരെ അവന്മാരുടെ ദേഹത്ത് കൈവയ്ക്കാതിരുന്നത്. ഇനി എന്റെ ഈ 2 കൈകൾ മാത്രമല്ല, കാലും കൂടി പ്രവർത്തിക്കും. മോട്ടോ മോട്ടോ,
ചിങ്കം സാറേ നിങ്ങളും. ഓവർ കോൺഫിഡൻസ് തോൽവിയിലേക്കുള്ള വഴിയാണ്. മോട്ടു, നീ ആ റോബോട്ട് സ്കിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷേ നീ അവരെ ആദ്യം നേരിടാൻ എല്ലാ രീതിയിലും പ്രാപ്തരായിരിക്കണം. ഓയ് മോട്ടു എന്റെ ചങ്ക്, ഞാനൊരു ഐഡിയ പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു റോബോട്ടിനെ ഉണ്ടാക്കാം. നിങ്ങൾ അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളികളും മനസ്സിലാക്കാൻ പറ്റും ചങ്ക്. ഇനി നമുക്ക് അതിനുള്ള വഴികൾ എന്താണെന്ന് നോക്കാൻ ചങ്ക്. ഓയ് മോട്ടു പത്ലു എന്റെ ചങ്കുകളെ, നിങ്ങൾ ഫൈറ്റിങ്ങിന് വേഗം റെഡി ആയിക്കോളൂ. വേഗം. തീർച്ചയായും റെഡിയാണ്. പത്ലു കണ്ടില്ലേ, ഈ മത്സ്യങ്ങള് ഒഴുക്കിനെതിരെയാണ് നീന്തി പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? കമോൺ, ലെറ്റ്സ് പ്രാക്ടീസ്. പൊളിച്ചെടുത്തല്ല. ഓ എന്റെ ചങ്കുകളെ, ഞാൻ പറയാൻ മറന്നുപോയി. എന്റെ കയ്യിൽ ഈ ബെൽറ്റ് ഉള്ള കാര്യം. ഇത് ഉള്ളപ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് കയറാൻ സാധിക്കും. ഓയ് എന്താ ചങ്കുകളെ, നിങ്ങൾ എന്നെ വീണ്ടും ഇടിക്കാൻ പോവുകയാണോ? എന്റെ മോട്ടു ഇപ്പൊ തമ്മിലടിക്കാനുള്ള സമയമല്ല. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ദ ട്രൂത്ത്. ആ മാർഷലും ആർട്ടിയും എന്ത് പ്ലാൻ ആയിരിക്കും ചെയ്യുന്നത്? വാ. ആർട്ടി, മോട്ടുവും പത്ലുവും ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ റോബോട്ടുകളെയും ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. മാർഷൽ, നമ്മുടെ കയ്യിൽ സമയം കുറവാണ്. നമ്മുടെ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള സമയം ഇതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റിന്റെ സമയം കഴിഞ്ഞു. ഓൾ ദി വേസ്റ്റിന്റെ സമയമാണ് ഇപ്പോൾ. മിസ്റ്റർ മാർഷൽ, ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. തൈക്കോണ്ടോ മനുഷ്യ കുട്ടികളല്ലാന്നും അതൊക്കെ റോബോട്ട് കിഡ്സ് ആണെന്നും. മോട്ടു പത്ലു, നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാനായി ഞാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചു, എന്നിട്ടും നിങ്ങൾ എന്താ തോൽവി സമ്മതിക്കാത്തേ? മിസ്റ്റർ മാർഷൽ, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്, പരിശ്രമിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കാറില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഒരിക്കലും നിർത്താറില്ല. ആഹാ, വന്നാലും നമുക്ക് നോക്കാം ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്ന്. ടൈ കോ ഡോ, വേഗം വാ. അങ്കിളുടെ കൂടെ നന്നായിട്ട് ഗെയിം കളിച്ചോളൂ, അപ്പോഴേ അവർക്ക് മനസ്സിലാവൂ. Uncle, you are finished.
മോട്ടു പത്ലു നിങ്ങളിപ്പോ കാണിച്ചു കൊടുക്ക്. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. വരൂ. കരയുന്നതും ഒരു ട്രിക്കാണ്. വാ മോട്ടു, നമുക്ക് ഈ റോബോട്ട് പിള്ളേരെ ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിക്കാം. ആർട്ടി നിക്ക്. മാർഷലിനെ വെറുതെ വിടൂ. ടൈക്കോൺ 2 അവനെ അവസാനിപ്പിച്ചേക്ക്. പത്ലുവിനെ ഞാൻ നോക്കാം. പൊളിച്ചെടുത്തല്ലോ. റോബോട്ടിന്റെ കയ്യില് ലേസർ ഗണ്ണുണ്ട്. മോട്ടു സൂക്ഷിക്കണേ. ഓ ഇല്ല, എന്റെ എല്ലാ പരിശ്രമങ്ങളും വെള്ളത്തിലായല്ലോ. പക്ഷെ ഞാൻ തോൽവി സമ്മതിക്കില്ല. എന്റെ ട്രംപ് കാർഡ് ഇനിയും ബാക്കിയുണ്ട്. മോട്ടു പത്ലു, എന്റെ അത്തിപ്പാർ അമ്മച്ചിയെ, ഇതെല്ലാം ചേർന്നൊരു റോബോട്ടായി മാറിയല്ലോ ചങ്കി. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇനി ഫൈറ്റ് ചെയ്ത് കാണിക്കേ. ഞങ്ങളുടെ റോബോ സൈന്യം ആരുടെ മുന്നിലും തോൽക്കില്ല. അധികം താമസിയാതെ തന്നെ ഞങ്ങൾ ഈ രാജ്യം ഭരിക്കും. മോട്ടു, ഇതാ അയൺ ഫിസ്റ്റ്. ഇത് വെച്ച റോബോട്ടിനെ വകവരുത്ത്.
മോട്ടു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. തോൽവി സമ്മതിച്ചേക്ക്. ഇനി വളരെ നിഷ്പ്രയാസം തന്നെ ഞങ്ങൾ തോൽപ്പിക്കും. നിങ്ങളൊരു വലിയ കാര്യം തന്നെയാണ് ചെയ്തത് കേട്ടോ. മോട്ടു, മോട്ടു പത്ലു, ഞങ്ങൾ കീഴടങ്ങുന്നു. മാർഷലിനെ വെറുതെ വിടൂ. ഒരിക്കലുമില്ല. ചിങ്കത്തിനടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി നിങ്ങൾക്ക് ജയിലിനകത്ത് പോയ റോബോട്ട് ഉണ്ടാക്കാം. അതും മോട്ടു പത്ലുവിന്റെ രൂപത്തിൽ. വളരെ നല്ല റോബോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മോട്ടു പത്ലുവിന്റെ രൂപത്തിൽ നമുക്ക് ഇനി റോബോട്ടിനെ കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.